നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ സർട്ടിഫിക്കറ്റിന് വരെ കോടികളുടെ മണമാ. കഷ്ടം. ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകരുത് മനുഷ്യൻ. മോളെ, മോളെ, എനിക്കറിയാം മോളെ, എന്റെ മോക്ക് സഹിക്കാൻ പറ്റില്ലെന്ന്. അമ്മക്കുട്ടിയായിരുന്നു എന്റെ മോള്. ശ്രീവിദ്യാമ്മയെ വാർത്തു വെച്ചതുപോലെ. ഈശ്വര, എല്ലാം സഹിക്കാൻ എന്റെ കുഞ്ഞിന് ശക്തി കൊടുക്കണേ. ഒരമ്മ പെറ്റതല്ലെങ്കിലും രാജീവിന് മോളെ ജീവനായിരുന്നു നമ്മയ്ക്കറിയാം. മോളെ, നീ എനിക്ക് ഇന്നു മുതൽ മരുമോളല്ല, സ്വന്തം മോളാ. അമ്മയില്ലാത്ത കുറവ് ഈ അമ്മ നികത്തും. അതിനാ അമ്മ ഇങ്ങോട്ട് വന്നത്. സാഗർ ഇന്നു മുതൽ നിന്റെ ഭർത്താവ് മാത്രമല്ല, ഏട്ടനും കൂടിയായിരിക്കും. അമ്മ ഇരിക്കേ, ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവിടെ തള്ളയും ആങ്ങളെയും ചത്ത ദുഃഖത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. എന്താ നിന്റെ അടുത്ത പ്ലാൻ? ക്ഷീരമുള്ള ഒരു അകിടിൻ ചൂട്ടിലും ചോറ് തന്നെ കൊതുകിന് കൗതുകം എന്നല്ലേ? ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ഭാസ്കരൻ പിള്ളയാ, രാജീവ് സാറിന്റെ വക്കീല്. പറയ് വക്കീലേ. എനിക്ക് രാഗയും ഭർത്താവ് സാഗറിനെ ഒന്ന് നേരിട്ട് കാണണം. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നേരിട്ട് കാണാം. വന്നോളൂ, ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഓക്കെ, താങ്ക് യു. അവള് വരുന്നുണ്ട്. മോളെ, ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതാ, ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ തരാം, അതില് ഒപ്പിട്ടിങ് തന്നേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളും. വേണ്ട, വൈകിട്ട് കുടുംബ വക്കീല് വരും. സാഗറേട്ടനും ഇവിടെ കാണണം. നമ്മൾ രണ്ടുപേരോടും എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. എനിക്കൊരു തലവേദന പോലെ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അയ്യോ മോളെ, വയ്യെങ്കി അമ്മ ഹോസ്പിറ്റലിൽ വേണ്ട, ഒരു 5 മിനിറ്റ് കിടന്നാ മാറും. ആ ശരി, എങ്കിൽ മോള് പോയി കിടന്നു. മോനെ, ഇത് നീ വിചാരിച്ച പോലെയല്ല. രാഖി ഒരുപാടങ്ങ് മാറിപ്പോയി. സൂക്ഷിക്കണം. ഇപ്പോഴേ ഇങ്ങനെ. അപ്പോ ആക്സിഡന്റ് കഥയുടെ പൊരുൾ അറിഞ്ഞാലോ? അത് കഴിഞ്ഞില്ലേ? ആക്സിഡന്റിന്റെ തെളിവുകളൊക്കെ കുഴിയിൽ കിടന്ന് അഴുകി തുടങ്ങിക്കാണും. ആദ്യമായിട്ട് ഏത് വീട്ടിൽ പോയാലും അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് മധുരം വിതരണം ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ട്. ഇത് കുറച്ച് ലഡുവാ, വാങ്ങിച്ചോളൂ. ധൈര്യമായി വാങ്ങിച്ചോളൂ, മധുരല്ലേ, ഒരു സന്തോഷത്തിന്.
എന്നാ സാർ ഞങ്ങളങ്ങോട്ട്. ആ ഓക്കെ, നിങ്ങൾ ഓഫീസിലേക്ക് പൊയ്ക്കോളൂ. ആ പിന്നെ US അയക്കാനുള്ള മെയിലിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ സാർ. വരൂ. നമസ്കാരം മിസ്റ്റർ മാധവ് നായർ. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ വിക്രം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ആ, പേര് വിക്രം. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സാർ ഇരിക്കണം. ഇരിക്കാം. എല്ലാവരും പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്നെക്കുറിച്ച് പറയാം. സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് ഇന്നത്തെ ഈ നിലയ്ക്കെത്തിയ ആളാണ് ഞാൻ. ഇടയ്ക്കൊരു കമ്പനി സ്ഥാപിക്കണം തോന്നി. അതാണ് വി ഇന്റർനാഷണൽ എന്ന വിക്രം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഓ, കമ്പനിക്ക് ബ്രാഞ്ചുകൾ കൂടി ആവശ്യത്തിലധികം ലാഭവും സമ്പാദ്യവും ആയപ്പോഴാണ് സ്വന്തക്കാരും ബന്ധക്കാരുമായി ആരും ഇല്ലല്ലെന്ന ഫീലിങ്സ് ഉണ്ടായത്. പണം എത്ര കോടി ഉണ്ടായാലും ആൾബലവും പിൻബലവും ഇല്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരർത്ഥവും ഉണ്ടാവില്ല. അതെ മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാ. ഒരു കുടുംബത്തിലെ ഇങ്ങനൊരു മുത്തശ്ശി എന്നും ഒരു അസറ്റാ. എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ട് വേണം. അതുമാത്രം പോരാ, ശാസിക്കാനും ഉപദേശിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരു കുടുംബത്തിലെ ആള് തന്നെ വേണം കൂട്ടാവേണ്ടത്. നിങ്ങൾ തയ്യാറാവുമെങ്കിൽ എനിക്കൊരു ആഗ്രഹം അറിയിക്കാനുണ്ട്. അറിയിച്ചോട്ടെ? പറഞ്ഞോളൂ. വർഷ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.